എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 1202 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ, അതായത് 2026 ഓഗസ്റ്റ് പകുതി മുതൽ 2027 ഓഗസ്റ്റ് പകുതി വരെയുള്ള കാലഘട്ടത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന സമ്പൂർണ്ണ ജീവിത ഫലത്തെപ്പറ്റിയാണ്. തുലാൻ രാശിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ അധീനതയിലുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരും ധർമ്മനിഷ്ഠരുമായ ചോതി നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റിയാണ്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, അതുപോലെ കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണ് വരാനിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ ഫലങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യമായി പരിശോധിക്കാം. വ്യാഴം 2026 ഒക്ടോബർ 31 വരെ നിങ്ങളുടെ 10ാം ഭാവമായ കർക്കിടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തുടർന്ന് 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെ 11ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനുശേഷം വക്രഗതിയിലായി വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും തുടർന്ന് വീണ്ടും ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ 6ാം ഭാവമായ മീനൻ രാശിയിൽ ശത്രുവിജയവും രോഗശാന്തിയും ഒക്കെ നൽകിക്കൊണ്ട് ശക്തമായി നിലകൊള്ളുന്നു. എന്നാൽ 2027 ജൂണിൽ ശനി 7ാം ഭാവമായ മേടൻ രാശിയിലേക്ക് കടക്കുന്നതോടെ കണ്ടകശനിയുടെ ചെറിയ സ്വാധീനവും ആരംഭിക്കുന്നതാണ്. 2026 ഡിസംബർ 5 വരെ രാഹു 5ാം ഭാവത്തിലും കേതു 11ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. 2026 ഡിസംബർ 5-ന് രാഹു 4ാം ഭാവമായ മകരത്തിലേക്കും കേതു 10ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുമുണ്ട്. ഈ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ വെളിച്ചത്തിൽ ചോതി നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നിവയുടെയൊക്കെ ഫലങ്ങൾ നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ആദ്യമായി തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിൽപരമായി ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം സമ്മിശ്രവും എന്നാൽ അനുകൂലവുമായ ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമാണിത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ 2026 ഒക്ടോബർ വരെ വ്യാഴം 10ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കും. കഠിനാധ്വാനമൊക്കെ ഏറെ ചെയ്യേണ്ടി വരുമെങ്കിലും അതിനനുസരിച്ചുള്ള അംഗീകാരമൊക്കെ ലഭിക്കാൻ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദവും അനുഭവപ്പെടാം. എന്നാൽ 6ലെ ശനിയുടെ ബലമൊക്കെ കാരണം എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെയുള്ള കാലയളവ് തൊഴിൽ രംഗത്തെ വൻ വഴിത്തിരിവുകളൊക്കെ സൃഷ്ടിക്കും. വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി കാരണം നിങ്ങൾ ആഗ്രഹിച്ച പ്രൊമോഷന്, അതുപോലെ ശമ്പള വർധനവ്, ദീർഘകാലമായിട്ടൊക്കെ കാത്തിരുന്ന സ്ഥലം മാറ്റം എന്നിവയൊക്കെ സാധ്യമാകുന്നതാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയത്തെ അനുകൂല ഉത്തരവുകളൊക്കെ ലഭിക്കാൻ സാധ്യതയും ഏറെയാണ്. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിൽ വിദേശത്തുള്ളവർക്കും മികച്ച തൊഴിലവസരങ്ങളും സ്ഥിരതയും ഒക്കെ കൈവരുന്നതാണ്. ഡിസംബർ 5-ന് ശേഷം കേതു 10ാം ഭാവത്തിലേക്ക് വരുന്നത് തൊഴിൽപരമായ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ബുദ്ധിപൂർവ്വമൊക്കെ പെരുമാറിയാൽ സ്ഥാനചലന ഭയമൊക്കെ ഒഴിവാകുന്നതുമാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അല്പം കരുതൽ വേണം. എന്നാൽ 2026 ഒക്ടോബറിന് ശേഷം ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടവും ബിസിനസ് വിപുലീകരണവും ഒക്കെ സാധ്യമാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ലാഭമൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കാൻ അനുകൂലമായ സമയമാണ്. നിർമ്മാണ മേഖല, അതുപോലെ കയറ്റുമതി ഇറക്കുമതി, ആശയവിനിമയം, IT മേഖല, അതുപോലെ ഹോട്ടൽ ബിസിനസ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യമായ കടമൊക്കെ വാങ്ങി ബിസിനസ് വികസിപ്പിക്കുന്നത് 2027 ജൂണിന് ശേഷം ഒഴിവാക്കണം. കാരണം ശനി 7ലേക്ക് കിടക്കുന്ന സമയത്ത് പാർട്ട്ണറുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്നു വരാനും സാധ്യതയുണ്ട്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി ഏറെ ഗുണകരമായ മാറ്റമാണ് 1202 ആണ്ടിൽ ചോതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. വർഷത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും 6ാം ഭാവത്തിലെ ശനി നൽകുന്ന സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്ടോബർ മുതൽ ജനുവരി വരെയും തുടർന്ന് ജൂണിന് ശേഷവും വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ധനവരവും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉറപ്പാക്കുന്നതാണ്. പഴയ കടങ്ങളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നിഷ്ക്രിയമായിട്ടൊക്കെ കിടന്നിരുന്ന സ്വത്തുക്കളിൽ നിന്ന് ധനാഗമനമൊക്കെ ഉണ്ടാകുന്നതാണ്. 2026 ഡിസംബറിന് ശേഷം രാഹു 4ലേക്കൊക്കെ വരുന്നതിനാൽ വീട് പണി, വസ്തു വാങ്ങൽ, അതുപോലെ വാഹനം വാങ്ങൽ എന്നിവയ്ക്കൊക്കെയായി പണം ചെലവഴിക്കേണ്ടി വരും. ഇതൊരു പോസിറ്റീവ് ചിലവാണെങ്കിലും
ബഡ്ജറ്റൊന്നും തെറ്റാതെ സൂക്ഷിക്കണം. ലോട്ടറി, ഓഹരി വിപണി തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ 2026 ഡിസംബർ വരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അതിനുശേഷം വലിയ തുകകൾ അപകടകരമായ രീതിയിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. വ്യാഴത്തിൻ്റെ 11ാം ഭാവത്തിലെ സഞ്ചാരം കുടുംബത്തിൽ നല്ല ദിനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതുമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്. എന്നാൽ 2026 ഡിസംബർ 5 വരെ രാഹു 5-ൽ നിൽക്കുന്നതിനാൽ മക്കളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ഒക്കെ അല്പം ശ്രദ്ധ പുലർത്തുന്നതും നല്ലതാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന തർക്കങ്ങളും കേസുകളും ഒക്കെ വിട്ടുമാറി സൗഹൃദമൊക്കെ പുനഃസ്ഥാപിക്കുന്നതാണ്. 2027 ജൂണിന് ശേഷം ശനി 7ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണവും വിട്ടുവീഴ്ച മനോഭാവവും ഒക്കെ പുലർത്തുന്നത് നന്നായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിജയമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. 6ലെ ശനിയുടെ സ്വാധീനം മത്സര പരീക്ഷകൾക്കൊക്കെ മികച്ച വിജയം നൽകും. സിവിൽ സർവീസ്, എഞ്ചിനീയറിങ്, അതുപോലെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഒക്കെ ഇങ്ങനെയുള്ള പ്രവേശന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ചോദ്യ നക്ഷത്രക്കാർക്ക് മികച്ച റാങ്കൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വിസയും പ്രവേശനവും ഒക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ 2026 ഡിസംബറിന് ശേഷം 4-ൽ രാഹു നിൽക്കുന്നത് പഠനത്തിൽ ചെറിയ തടസ്സമൊക്കെ ഉണ്ടാക്കിയേക്കാം. അതിനാൽ പഠനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ആ സമയത്ത്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം വലിയ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല. 2027 ജൂൺ വരെ 6-ലാണ് ശനി. ഈ സമയത്ത് എന്തെങ്കിലും വിട്ടുമാറാത്ത രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ്. എങ്കിലും 2026 ഡിസംബർ 5-ന് ശേഷം രാഹു 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശ്വാസകോശ സംബന്ധമായ, ഹൃദയ സംബന്ധമായ, അലർജി സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളവരെ കൃത്യമായ വൈദ്യ പരിശോധനകളൊക്കെ നടത്തണം. മാനസിക സമ്മർദ്ദമൊക്കെ ഒഴിവാക്കാൻ യോഗയൊക്കെ ഒരു ജീവിതചര്യയുടെ ഭാഗമാക്കുക. അതുപോലെ രാത്രിയിലൊക്കെ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഇനി 1202 ആണ്ടിലെ അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ചെറിയ ദോഷങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിനുമായി ചോതി നക്ഷത്രക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചോതി രാഹുവിൻ്റെ നക്ഷത്രമായതിനാലും ഡിസംബർ മുതൽ രാഹു 4-ൽ വരുന്നതിനാലും എല്ലാ ശനിയാഴ്ചകളിലും നാഗരാജാവിന് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും സർപ്പക്കാവിലൊക്കെ വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ്. അതുപോലെ ഒക്ടോബർ വരെ വ്യാഴം 10-ൽ നിൽക്കുന്നതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറ്റുന്നതാണ്. ജൂണിന് ശേഷം ശനി 7-ലേക്ക് വരുന്നതിനാൽ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക, അതുപോലെ നീരാഞ്ജനം വഴിപാട് നടത്തുക. അതുപോലെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ വഴിപാട് കഴിക്കുന്നതും ചൊവ്വാഴ്ചകളിൽ ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ചോതി നക്ഷത്രക്കാർക്ക് സർവകാര്യ വിജയവും ഐശ്വര്യവും നൽകുന്നതാണ്. 1202 ആണ്ട് ചോതി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും പുതിയ അധ്യായമാണ് തുറന്നു വരുന്നത്. ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.